ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ഇന്ന് ചോറിന് ഞാൻ സാമ്പാറാണ് വെച്ചേക്കുന്നത്. പിന്നെ വാഴയ്ക്ക മെഴുക്കുവരട്ടിയാണ്, പിന്നെ ഉണക്കമീൻ വറുത്തതാണ് കേട്ടോ. അപ്പം വാഴയ്ക്ക മെഴുക്കുവരട്ടി കഴിച്ചുകൊണ്ട് പച്ചക്കറിയായിട്ട് നമുക്കത് ഇന്ന് ഉണ്ട്. പിന്നെ ചോറ്, പിന്നെ സാമ്പാർ, അതിനകത്ത് മുരിങ്ങക്കായും ഉരുളൻകിഴങ്ങും തക്കാളിയും പരിപ്പും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. പിന്നെ എന്നാ വാഴയ്ക്ക മെഴുക്കുവരട്ടി തന്നെയാണ്. അത് വാഴയ്ക്ക നമ്മൾ മെഴുക്കുവരട്ടി കുറച്ച് കൂടുതൽ എടുക്കാം, തേങ്ങയൊന്നും ഇടാതെ ഉള്ളിയും പച്ചമുളകും വാഴയ്ക്കയും മാത്രം ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ തൈര, അത് നമ്മുടെ പശുവിൻ്റെ തന്നെ പാല് കറന്നിട്ടുള്ള തൈരായതുകൊണ്ട് കണ്ടോ, നല്ല കട്ടത്തൈരാണ്, ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ കറക്റ്റ് പുളിയാണ് ഇതിന്. അപ്പം സാമ്പാറും ഈ തൈരും കൂടെയൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രസം ചോറുണ്ണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഞാനിങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ നമ്മുടെ കാന്താരി മുളക്, ഉണക്കക്കാന്താരി കേട്ടോ, പച്ചക്കാന്താരി ആയിട്ടില്ല. പിന്നെ നാരങ്ങാച്ചാറുണ്ട്, പക്ഷേ അതെനിക്ക് വേണ്ട, നാരങ്ങയ്ക്ക് പുളിയായതും തൈരും ഉള്ളതുകൊണ്ട് അത് രണ്ടും വേണ്ട. പിന്നെ നമ്മുടെ ഉണക്കമീൻ വറുത്തത്, അതിനകത്ത് 2 പച്ചമുളകൊക്കെ ഇട്ട് വറുത്തപ്പം നല്ല രുചിയാണ്. സാമ്പാറും ഉണക്കമീൻ വറുത്തതും എന്തെങ്കിലും തോരനും ഒക്കെ കൂട്ടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പച്ചമുളക് വേണ്ടവർക്ക് അതും കഴിക്കാം. അങ്ങനെ നമ്മുടെ ഊണിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം പച്ചക്കറിക്ക് ഇല്ല എന്നുള്ളൊരു പരാതികൾ ഇനി വേണ്ട കേട്ടോ. അപ്പോൾ